എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ. സോ ദിസ് വാസ് എ വീഡിയോ വിച്ച് ഐ ടോക്ക് ഓൺ 14th December 2023. ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത്. അഫ്കോഴ്സ് വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തില് ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു December 14th. സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് December 14th. ഞാനൊരു വീഡിയോ കാണിക്കാം. ഇത് December 14 എടുത്ത വീഡിയോ ആണ്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഏതിൻ്റെ ഷൂട്ടായിരുന്നു എന്നത്. വിനീതേട്ടൻ്റെ വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയിൽ ഞാനും ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. December 14 നിവിൻ ചേട്ടൻ്റെ കൂടെയാണ് ഞാനത് ചെയ്തത്. ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടിൽ ഞാനും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നലെ വാർത്ത കണ്ടിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ തുറന്നു പറഞ്ഞത്. പാർവതിയുടെ വാക്കുകൾ ഇങ്ങനെ: അതേസമയം നിവിൻ പോളിക്കെതിരെയുള്ള പീഡനാരോപണം വ്യാജമെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ പറയുകയുണ്ടായി. 2023 December 14 നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ്. പുലർച്ചെ 3 മണി വരെ നിവിൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നും നിവിൻ പറയുന്നു. സംവിധായകൻ PR അരുൺ, നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യം തുടങ്ങിയവരും സംഭവത്തിൽ നിവിനെ പിന്തുണച്ച് എത്തുകയുണ്ടായി.